അങ്ങനെ പുറകുള്ള ഗേറ്റിലൂടെ കടക്കാൻ വേണ്ടി വേറെ ആളെ നോക്കിയാൽ മതി. മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കാനല്ലേ എന്നെ മേയറാക്കിയിരിക്കുന്നത്. പുറകത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ലേ, മുമ്പത്തെ ഗേറ്റിലൂടെ കടന്നില്ലേ, അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ, അതാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചു, അതൊക്കെ AK സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. അല്ല ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവർ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക, മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക, അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകണം. എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, കളക്ടർ സത്യപ്രതിജ്ഞ ഇവിടെ അയച്ചത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. അതിനുവേണ്ടി വരുമ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ കസേര വിളിച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, രണ്ട് സൈഡിലും സമരം ചെയ്യാമല്ലോ. ഞങ്ങളൊന്നും പറയില്ല, ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും അവർ സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ പ്രശ്നം അടിസ്ഥാന പ്രശ്നമൊന്നുമല്ല. ഈ കുറേ നേതാക്കന്മാർ കുറേ കടകളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ പാളയത്തെ കിട്ടാപ്പിരി വാങ്ങിച്ചുകൊണ്ടിരുന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലർക്കുമാണ്. അതൊക്കെ നിന്നപ്പോഴേക്ക് പട്ടിണിയാവുന്നുള്ള ആശങ്കയിലാണ്. ഈ പാളയത്തെ ഗുണ്ടാപ്പിരിവ് നിർത്തിയത് ചില കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങുകൾ എടുത്തിട്ട് പാർട്ടി ഓഫീസ് നടത്തിയത് പൊളിച്ചത്, അതിനകത്തുനിന്ന് ജയരാജു ഉൾപ്പെടെയുള്ളവർ മദ്യക്കുപ്പികൾ കണ്ടെടുത്തത്, കഴിഞ്ഞ ദിവസം പാറ്റൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പോയിട്ട് അവിടെ നമ്മുടെ കുറവങ്കോണം പാർക്കിൽ നിന്ന് പാർട്ടി കൊടികളും മദ്യക്കുപ്പികളും കണ്ടെത്തുന്നത്, ചെമ്പഴന്തിയിലും പാറ്റൂർ രാധാകൃഷ്ണൻ കൂടെ പോയിട്ട്, ഇതൊക്കെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കൈവിട്ട കളി കളിക്കുക നടക്കില്ല. ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് തീരുമാനിച്ചു തന്നെയാണ്.